PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മുടെ വിവരാവകാശ നിയമത്തിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ എവിടം മുതൽ എവിടം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 12 മുതൽ 14 വരെയാണ് കേട്ടോ. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻസ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെക്ഷൻ 12 മുതൽ 14 വരെയുള്ള സെക്ഷനിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 12 ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. എന്നാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം PSC ഇതൊക്കെ ചോദിക്കുന്നതാണ് അല്ലേ, നിലവിൽ വന്നതും ആസ്ഥാനം ഒക്കെ ചോദിക്കുന്നതാ. ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ. ആദ്യം എവിടെയായിരുന്നു? ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു. അങ്ങനെയും ചോദിക്കാറുണ്ട് മുൻപിലെ, അതായത് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്തിന്റെ ആസ്ഥാനം ആയിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. ഇപ്പൊ നിലവില് CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഉദ്യോഗ കാലാവധിയെക്കുറിച്ച്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉദ്യോഗ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 13 ഉദ്യോഗ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എത്രയാണ് കാലാവധി? കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അഥവാ 65 വയസ്സാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉദ്യോഗ കാലാവധി, അംഗങ്ങളുടെ എല്ലാം കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ നീക്കം ചെയ്യുന്നത് ആരാ? നീക്കം ചെയ്യുന്നതും ആര് തന്നെയാ? രാഷ്ട്രപതി തന്നെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഈ നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 14 കേട്ടോ. സെക്ഷൻ 14 നീക്കം ചെയ്യുന്നത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 14. ആരാ നീക്കം ചെയ്യുന്നത്? രാഷ്ട്രപതി. ആരാ നിയമിക്കുന്നത്? രാഷ്ട്രപതി. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നിയമിക്കുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, രാഷ്ട്രപതി ആണെന്നുള്ളത്. ഇവിടെ നിയമിക്കുന്നതിൽ രാഷ്ട്രപതി സ്വന്തമായിട്ട് അങ്ങ് നിയമിക്കുകയല്ല, ഒരു 3 അംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമിക്കുക. രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് 3 അംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആരൊക്കെയാണ് 3 അംഗ സമിതിയിൽ വരുന്നത്? ഒന്ന്, പ്രധാനമന്ത്രിയാണ് ആ സമിതിയുടെ അധ്യക്ഷനായിട്ട് വരിക. അപ്പൊ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള 3 അംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നത്. അപ്പൊ 3 അംഗ സമിതിയിൽ ഒന്നാമത്തെ ആളാണ് പ്രധാനമന്ത്രി. 2 ആരാണ്? ഈ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കൂടി ഉണ്ടായിരിക്കും. കൂടാതെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവും ഉണ്ടായിരിക്കും. ഇതാണ് 3 അംഗ സമിതി. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാനായിട്ട് രാഷ്ട്രപതിയോട് നാം നിർദ്ദേശം ചെയ്യുന്ന 3 അംഗ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? ഇത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ
കഴിഞ്ഞ ദിവസം മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ കണ്ടതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന 3 സമിതിയുടെ അധ്യക്ഷനാര്, അല്ലെങ്കിൽ 3 സമിതിയിൽ അംഗമല്ലാത്തതാര് എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. 3 സമിതിയിൽ ആരൊക്കെ ഉള്ളത് എന്റെ കൂടെ പറഞ്ഞോളൂ. പ്രധാനമന്ത്രി അധ്യക്ഷൻ, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി ലോക്സഭയിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇല്ല എന്ന് വിചാരിക്കാം. ലോക്സഭയിൽ ഔദ്യോഗികമായിട്ടിപ്പോ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സമയമൊക്കെ വരും അല്ലെ, വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സമയമൊക്കെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നേതാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ വരുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവായിരിക്കും. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഏറ്റവും വലിയ ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവായിരിക്കും. ഓക്കെ, പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയൊരു പാർട്ടിയുടെ നേതാവായിരിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ സമിതിയിലെ അംഗമായിട്ട് ഉണ്ടാവുക. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിന് കീഴിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അംഗങ്ങൾ എത്രയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ വരുന്ന പോയിന്റ്സ് ആണ് നമ്മൾ എടുത്തു പറഞ്ഞു തരുന്നത്. അപ്പൊ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. കൂടാതെ 10ൽ കവിയാത്ത, അത് പ്രത്യേകം ഓർത്തിരിക്കണം, 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമായിരിക്കും അംഗങ്ങളായിട്ട് ഉണ്ടായിരിക്കുക. ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നവർ ഓർത്ത് വയ്ക്കുക. സെക്ഷൻ 12(2). ഈ സെക്ഷനൊക്കെ പറ്റുന്നവർ പഠിച്ചു വെക്കുക കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു LDCക്ക് ഇത്രയും ഡീപ്പായിട്ടൊക്കെ പഠിക്കണോ, ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന ഒരു 2 ഘട്ടമൊക്കെ മാറ്റി മെയിൻസ് എന്ന് പറയുന്ന ഒറ്റ ഘട്ട പരീക്ഷയാക്കി മാറ്റിയിരിക്കുകയാണ് PSC. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം അത്രത്തോളം കടുപ്പിച്ചായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ടഫാക്കി ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ടഫാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് മാർക്ക് കിട്ടണ്ടേ അല്ലെ? ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം പോയിന്റ്സ് ഞാൻ ഓരോ സബ്ജക്റ്റും എടുക്കുമ്പോൾ മാക്സിമം പോയിന്റ്സ് പറഞ്ഞ് ബേസ് തൊട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. എന്ത് പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിച്ചു പോകുക. അപ്പം നമുക്ക് എങ്ങനെ ചോദ്യം വന്നാലും ടെൻഷൻ ഇല്ലല്ലോ, നന്നായിട്ട് എഴുതാലോ. ഓക്കെ, അപ്പോൾ LGSകാരുടെ അടുത്ത് ഞാൻ പ്രത്യേകമായിട്ട് പറയാറുണ്ട്, LGSകാർ ഇത്രയും ഡീപ്പായിട്ട് സെക്ഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. അംഗങ്ങൾ എത്രയാ, ആസ്ഥാനം എവിടെയാ, ആരാ നിയമിക്കുന്നത്, ആരാ നീക്കം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മതി. ഈ സെക്ഷൻസ് ഒക്കെ പറയുന്നത് LDCക്കാർ പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അംഗങ്ങൾ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 12(2)ലാണ്. ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലൊക്കെ അംഗമാവാൻ വേണ്ട യോഗ്യത ഉണ്ടായിരിക്കും അല്ലെ? എന്തെങ്കിലുമൊക്കെ യോഗ്യത വേണമല്ലോ അതിൽ അംഗങ്ങളാവണമെങ്കിൽ. എന്താണ് യോഗ്യത? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമാവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ
ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ അതുപോലെ തന്നെ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനവും ഉള്ളവരും പൊതുജീവിതത്തിൽ ഔന്നത്യം ഉള്ളവരുമായ വ്യക്തികളാണ് ആയിരിക്കേണ്ടത്. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയായിട്ടും വരുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം എന്തൊക്കെയാണ്. നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ അതുപോലെ തന്നെ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണനിർവഹത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനവുമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നിത്യമുള്ളവരുമായ വ്യക്തികളായിരിക്കണം ആര്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 12(5) പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, 12(5) എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും പുനർനിയമനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർനിയമനത്തിന് അർഹരല്ല എന്നാണ് ആൻസർ. ഓക്കെ, അർഹരല്ല. പുനർനിയമനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർനിയമനത്തിന് അർഹരല്ല. എന്നാൽ 10 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് മാറാം. ഓക്കെ, പുനർനിയമനത്തിന്, അതായത് ഇപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷണർമാർ അവരുടെ കാലാവധി കഴിഞ്ഞു, വീണ്ടും അതേ പൊസിഷനിലേക്ക് പുനർനിയമനം റീഅപ്പോയിന്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല, അതിന് അവർ അർഹരല്ല. പക്ഷേ ഈ 10 ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടുള്ളൊരു പ്രൊമോഷൻ സാധ്യതയുണ്ട്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് മാറാൻ വേണ്ടി പറ്റും, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് മാറാൻ വേണ്ടി പറ്റും. പക്ഷെ അവരുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക്, ഇപ്പം ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിൽ വീണ്ടും അതേ സ്ഥാനത്തോട്ട്, അല്ലെങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണെങ്കിൽ വീണ്ടും അതേ സ്ഥാനത്തോട്ട് നിയമിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഒരു ഇത് പറയുന്നുണ്ട്, അതായത് സെക്ഷൻ 12(6) പറയുന്നത്. സെക്ഷൻ 12(6) പറയുന്നൊരു കാര്യമാണ്, ഇവര് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ആവാൻ പാടില്ലാത്ത? പാർലമെന്റിലെ അംഗമാവാൻ പാടില്ല. പാർലമെന്റിലെ അംഗം ആവാൻ പാടില്ല. പാടില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്, പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. പാർലമെന്റിലെ അംഗമാവാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും നിയമസഭയിലെ അംഗമാവാൻ പാടില്ല. പിന്നെയോ ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല. ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല. പിന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബന്ധം പാടില്ല. രാഷ്ട്രീയ കക്ഷിയോട് ബന്ധം തുടരാൻ പാടില്ല. ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ പാടില്ല. ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്നതാണ്. കാലാവധിക്ക് ശേഷം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും പാർലമെന്റിലെ അംഗമാവാനോ നിയമസഭയിലെ അംഗമാവാനോ ആദായകരമായ ഉദ്യോഗം വഹിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധം തുടരാനോ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ തൊഴിലോ ചെയ്യാനോ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12(6). അതൊന്ന് നോക്കി വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറഞ്ഞല്ലേ. ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പദവി എന്ന് പറയുന്നത് ആരുടെ റാങ്കിന് തത്തുല്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിക്ക് തുല്യമായ അല്ലെങ്കിൽ റാങ്കിന് തുല്യമായ ഒരാളായിരിക്കണം മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ബാക്കിയുള്ള കമ്മീഷണർമാരുണ്ടല്ലേ, അപ്പോൾ ബാക്കിയുള്ള കമ്മീഷണർമാർ എന്ന് പറയുന്നത് അവരുടെ പദവി എങ്ങനെയായിരിക്കണം?
കേന്ദ്ര തലത്തിൽ കേട്ടോ, കേന്ദ്ര തലത്തില് 2,25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ തലത്തിലുള്ളവരായിരിക്കണം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായിരിക്കണം. മറ്റു കമ്മീഷണർമാർ എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിൽ 2,25,000 രൂപ ശമ്പളം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ തലത്തിലുള്ള ആളായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ എന്താ, പലർക്കും സംശയമാണ് എങ്ങനെയാ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തിരിച്ചറിയാന്നുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ചിട്ട് അത് നിലവിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയും ഭരണഘടനാ സ്ഥാപനം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് 324 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ധനകാര്യ കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 280 പ്രതിപാദിക്കുന്നുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് 148 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ. അറ്റോർണി ജനറൽ എന്ന് പറയുന്നതിനെ കുറിച്ച് ആർട്ടിക്കിൾ 76 പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രതിപാദിക്കുന്ന ഇങ്ങനെ ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് ഇപ്പൊ PSCയെ കുറിച്ചാണെങ്കിൽ ആർട്ടിക്കിൾ 315 പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിൻ പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നും, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർലമെന്റിന്റെ നിയമപ്രകാരം രൂപീകൃതമായി. ഇപ്പോ വിവരാവകാശ നിയമം 2005 വിവരാവകാശ നിയമം 2005 പ്രകാരമാണ് എന്ത് രൂപം കൊണ്ടത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും. അപ്പൊ അതുകൊണ്ട് ഇവ രണ്ടും എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതേപോലെ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമ്മൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് എന്ത് നിലവിൽ വരുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. അപ്പൊ ഇങ്ങനെയുള്ള പാർലമെന്റിന്റെ നിയമം അനുസരിച്ച് നിലവിൽ വരുന്നവയെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും, ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് എന്നിട്ട് രൂപം കൊള്ളുന്നതിനെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നും പറയും. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ തരുന്ന സമയത്ത് ആ ഓപ്ഷനിലുള്ളവയെ കുറിച്ച് ഏതെങ്കിലും ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഉണ്ടോ എന്നുള്ളത് ഓർത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം, അവ ഭരണഘടനാ സ്ഥാപനമാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒക്കെ ഏതിന്റെ കീഴിലാണ് വരിക, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം വിവരാവകാശ നിയമം 2005 പ്രകാരമാണ് ഇവയെല്ലാം രൂപം കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന് നമുക്ക് പറയാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമല്ല, ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വെച്ചാൽ, ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായം എന്നുള്ള അർത്ഥമാണ് അല്ലെ. ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധ എന്നുള്ള അർത്ഥമാണ്. അതായത് പകുതി എന്നുള്ളത്, പകുതി ജുഡീഷ്യൽ ആണ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന് പകുതി ജുഡീഷ്യറിയുടെ അധികാരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിവിൽ കോടതി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരാവശ്യമുള്ള സമയത്ത് ആളുകളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക, തെളിവെടുക്കുക, വിചാരണ നടത്തുക, ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും കോടതിയുടെ അധികാരം ഉണ്ടോ? ഇല്ല. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ ആളുകളെ വിളിച്ചു വരുത്താനും തെളിവെടുക്കാനും മൊഴിയെടുക്കാനും വിചാരണ ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്. അതുകൊണ്ട് നമ്മൾ അവയെ വിളിക്കും ക്വാസി ജുഡീഷ്യൽ എന്ന് വിളിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ പൂർണ്ണമായ കോടതിയുടെ അധികാരമില്ല, അപ്പൊ ശിക്ഷ നിർവഹിക്കാനും അങ്ങനെയുള്ള അധികാരം ഇല്ല. പക്ഷെ വിചാരണ ചെയ്യാൻ, തെളിവെടുക്കാൻ, മൊഴിയെടുക്കാൻ, ചോദ്യം ചെയ്യാനുള്ള അവകാശമൊക്കെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ സിവിൽ കോടതിയുടെ ചില അധികാരങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും, ക്വാസി ജുഡീഷ്യൽ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്?
രാഷ്ട്രപതിക്ക് തന്നെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്ന മാർക്ക് തന്നെയാണ് രാഷ്ട്രപതിക്ക്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 13.4. 13.4 എന്ന് പറയുന്ന സെക്ഷനിലാണ് രാജിക്കത്ത് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഇനി ഇവര് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. വാർഷിക റിപ്പോർട്ട് ആർക്കാ സമർപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്. ഇനി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പറഞ്ഞു. ഇനി ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ? സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണെന്ന് ചോദിച്ചേക്കാം. സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 13.3 സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിൽ, രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിൽ. ഓക്കെ, അപ്പൊ അവിടെ വേറൊരു പേരും പഠിക്കാനില്ല, എല്ലാം രാഷ്ട്രപതിയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മാത്രം ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. അത് പൊതുവെ അങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് ഗവൺമെന്റിനായിരിക്കും. കേന്ദ്രമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്, സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്, അങ്ങനെയായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പൊ ഇവിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. സോ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ ആയിട്ടുള്ളത് ആരൊക്കെ? ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് ഇവരുടെ ശമ്പളവും കൂടെ നമുക്കൊന്ന് പറയാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത്, മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. 2,50,000. ഇനി ബാക്കിയുള്ള കമ്മീഷണർമാരുണ്ട് അല്ലെ, ബാക്കിയുള്ള കമ്മീഷണർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് ഇതിനേക്കാളും 25,000 രൂപ കുറവ്, 2,25,000 രൂപയായിരിക്കും. ഓക്കെ, അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000, കമ്മീഷണർമാരുടെ ശമ്പളം 2,25,000. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരായിട്ടുള്ളത്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ആയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ചോദിക്കും. എങ്ങനെ ചോദിക്കും? താഴെ തന്നിട്ടുള്ളവയിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടില്ലാത്ത വ്യക്തി ഏത്, അല്ലെങ്കിൽ ആയത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് ആരാണ്? ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദെൻ രണ്ടാമത്തെ ആള് A.N. തിവാരി. A.N. തിവാരിയാണ് രണ്ടാമത്. ദെൻ മൂന്നാമതായത് സത്യാനന്ദ മിശ്ര. സത്യാനന്ദ മിശ്രയാണ് മൂന്നാമത്. നാലാമത് ദീപക് സന്ധു. ദീപക് സന്ധുവിന്റെ പ്രത്യേകത എന്താ? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വനിത. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു. ദെൻ അഞ്ചാമതായിട്ട് സുഷമാ സിംഗ് ആണ്. സുഷമാ സിംഗ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന രണ്ടാമത്തെ വനിത എന്നത് ഓർത്തിരിക്കുക, സുഷമാ സിംഗ്. ദെൻ അടുത്ത പേര്, ആറാമത്തെ പേര് ഞാൻ എഴുതുന്നുണ്ട് ഇവിടെ. ആറാമത്തെ പേര് ആരാണ്? രാജീവ് മാത്തൂർ. രാജീവ് മാത്തൂർ ആണ് ആറാമത്തെ വ്യക്തി. ഏഴാമത്തെ വ്യക്തി വിജയ് ശർമ്മ. എട്ടാമത്തെ ആള് രാധാകൃഷ്ണ മാത്തൂർ. ദെൻ ഒൻപതാമത്തെ ആള് സുധീർ ഭാർഗവ. 10 ബിമൽ ജുൽക്കയാണ് പത്താമത്തെ വ്യക്തി. 11ാമത്തെ വ്യക്തി യശ്വർദ്ധൻ കുമാർ സിൻഹ. യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഹീരാലാൽ സമാരിയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ആയിട്ടുള്ളത്?
വജാഹത്ത് ഹബീബുള്ള, ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത് AN തിവാരി, 3 സത്യാനന്ദ മിശ്ര, 4 ദീപക് സന്ധു, 5 സുഷമ സിംഗ്. അതിൽ ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത. രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. 6ാമത്തെ ആള് രാജീവ് മാത്തൂർ, 7 വിജയ് ശർമ്മ, 8 രാധാകൃഷ്ണ മാത്തൂർ, 9 സുധീർ ഭാർഗവ, 10 ബിമൽ ജുൽക്ക, 11 യശ്വർദ്ധൻ കുമാർ സിൻഹ, 12 ഹീരാലാൽ സമാരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിന് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ. അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCRT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCRT ആണ് കേട്ടോ. ന്യൂ SCRT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCRTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCRTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി
പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസ്സിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 15 മുതൽ 17 വരെ, സെക്ഷൻ 15 മുതൽ 17 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 15. സെക്ഷൻ 15ലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എപ്പോഴാണ് നിലവിൽ വരുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഡിസംബർ 19 ഇത് രൂപീകരിക്കപ്പെടുന്നത് കേട്ടോ. 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദെൻ അംഗങ്ങൾ, എത്ര അംഗങ്ങളാ? നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടായിരിക്കും. കൂടാതെ 10ൽ കവിയാത്ത കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണറും, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരുമായിരിക്കും അംഗങ്ങൾ. പ്രതിപാദിക്കുന്ന സെക്ഷൻ 15(2) അംഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? നിയമിക്കുന്നത് ഗവർണറാണ്. നിയമിക്കുന്നത് ആരാ? ഗവർണർ. നിയമിക്കുന്നത് ഗവർണർ. അപ്പൊ ഇങ്ങനെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമിക്കുന്നത്. ഒരു 3 അംഗ സമിതിയാണ്. അവിടെ പഠിച്ചതുപോലെ തന്നെ അവിടെ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനമായിരിക്കുമ്പോൾ ആരായിരിക്കും അധ്യക്ഷൻ? മുഖ്യമന്ത്രി അല്ലെ? അപ്പൊ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള 3 അംഗ സമിതി. രണ്ടാമത് വരുന്നത് അവിടെ ആരായിരുന്നു? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. അപ്പൊ ഇവിടെ ആരാ? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും ഇവിടെ ഒരു അംഗമായിട്ട് വരുന്നത്. മൂന്നാമത് അവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇവിടെ ആരാ? ഇവിടെ നിയമസഭാ പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനമാവുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും അല്ലെ? അപ്പൊ അവിടെയുള്ളത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമാണെങ്കിൽ ഇവിടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള 3 അംഗ സമിതി ആരാണ്? മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് 3 അംഗ സമിതിയിലെ അംഗങ്ങൾ. അപ്പൊ ഇവരുടെ ശുപാർശ അനുസരിച്ചാണ് ഗവർണർ അംഗങ്ങളെ നിയമിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവരുടെ യോഗ്യത എന്ന് ചോദിച്ചാൽ, യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എന്തൊക്കെയാണോ യോഗ്യത പഠിച്ചത് ആ എല്ലാ യോഗ്യതയും ഇവിടെ വരും. അതായത് നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണനിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനവുമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നിത്യമുള്ളവരുമായ വ്യക്തികളാണ് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. അപ്പൊ കേന്ദ്രത്തിൽ എന്തായിരുന്നോ അതേ യോഗ്യതയാണ്. അപ്പൊ ഞാനത് ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ ആ ഒരു പോയിന്റ് തന്നെ ഇവിടേക്ക് മാറ്റി എഴുതുക. ഓക്കെ, ഇനി കാലാവധി എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ കാലാവധി പഠിച്ചു. എത്രയാ കാലാവധി? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധിയും 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തന്നെയാണ്. 3 വർഷം അല്ലെങ്കിൽ 65 അവിടെ നമുക്ക് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 16ലാണ് കേട്ടോ കാലാവധിയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 16ലാണ് കാലാവധിയെക്കുറിച്ച് പറയുന്നത്. നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാ? നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിൽ വെച്ചിട്ടാ? സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഗവർണറുടെ മുമ്പിൽ വെച്ചിട്ടാണ്. 16(3) സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത്. ദെൻ ഇവര് രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാ?
ഗവർണർക്ക് തന്നെയായിരിക്കും. രാജിക്കത്ത് 16(4) പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് ഗവർണർ, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിൽ, രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറുടെ മുമ്പിൽ. കേന്ദ്രമാവുമ്പോൾ എല്ലാം രാഷ്ട്രപതി, സംസ്ഥാനമാവുമ്പോൾ എല്ലാം ഗവർണർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവര് പുനർനിയമനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചാൽ ഇവര് ആർക്കായിരിക്കും ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുക? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും അല്ലെ? അവിടെ ആർക്കായിരുന്നു? അവിടെ കേന്ദ്രം ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനാ, ഇവിടെ സംസ്ഥാനം ആയതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. ഇനി ഇവര് പുനർനിയമനത്തിന് അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോലെ തന്നെ പുനർനിയമനത്തിന് അർഹരല്ല. പക്ഷെ എന്ത് ചെയ്യാം? 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരാൾക്ക് എന്തായിട്ട് മാറാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് മാറാം. അവിടെ പറഞ്ഞ സെയിം അത് തന്നെയാണ്. പുനർനിയമനത്തിന് അർഹരല്ല, പക്ഷേ 10 കമ്മീഷണർമാരിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആവാൻ വേണ്ടി പാടും. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഇങ്ങനെ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതും അവിടുത്തെ പോലെ തന്നെയാണ്. പാർലമെന്റിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലോ അംഗമാവാൻ പാടില്ല, ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല, ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. കേന്ദ്രത്തിൽ എന്തൊക്കെ പറഞ്ഞു അതൊന്നും ഇവിടെയും പാടില്ല. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും പാടില്ല. അപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി ആരാണ് ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. പാലാട്ട് മോഹൻദാസ്. ഇനി രണ്ടാമതായിട്ട് ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സിബി മാത്യൂസ് ആണ് കേട്ടോ. ഡോക്ടർ സിബി മാത്യൂസ്. ദെൻ മൂന്നാമത്തെ വ്യക്തി ആരാണ്? വിൻസൺ എം പോൾ ആണ്. വിൻസൺ എം പോൾ ആണ് മൂന്നാമത്തെ വ്യക്തി. ദെൻ നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വിശ്വാസ് മേത്ത. ദെൻ അഞ്ചാമത്തെ വ്യക്തി ഇപ്പോ നിലവിലുള്ളത് ആരാണ്? വി ഹരി നായർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇപ്പൊ നിലവിൽ കേട്ടോ. അപ്പൊ ഈ പേരുകൾ 5ഉം പഠിച്ചു വെച്ചേക്കാം. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ആദ്യത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. 2005 മുതൽ 2010 വരെയായിരുന്നു. ദെൻ അടുത്തത് ഡോക്ടർ സിബി മാത്യൂസ് 11 മുതൽ 16 വരെയായിരുന്നു കേട്ടോ. 11 മുതൽ 16 വരെ. ദെൻ ഡോക്ടർ വിൻസൺ എം പോൾ 2016 മുതൽ 20 വരെയായിരുന്നു. ദെൻ വിശ്വാസ് മേത്ത 2021 മുതൽ 23 വരെയായിരുന്നു. ഇപ്പൊ നിലവിൽ ആരാണ്? വി ഹരിനായർ ആണ് ഇപ്പൊ നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക. ഈ ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് 8 മണിയുടെ ലൈവിൽ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഞാൻ PDF ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം ആരും വിട്ടുപോകരുത്. ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നോട്ട്സും എല്ലാം അവിടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്